ഇൻഫിനിക്സിൻ്റെ ഇൻഫിനിക്സ് 05G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോൺ 20,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറൊക്കെ ആയിട്ടാണ് ഇൻഫിനിക്സ് 05G എന്ന ഫോൺ വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫിനിക്സ് 05G എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇൻഫിനിക്സ് 05Gയിൽ 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫോണിൽ അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ IPS LCD LTPS ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 20,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ AMOLED ഡിസ്പ്ലേ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഫോണിൽ വരുന്നുണ്ട്. ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 20.5:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 500 nits ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ AMOLED ഡിസ്പ്ലേയുമായിട്ട് വരുന്ന പല ഫോണുകളും വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 199 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.77 mm ആണ്. പിന്നെ ഓപ്പോ ഫൈൻഡ് X3 സീരീസിലേതുപോലുള്ള ക്യാമറ മോഡ്യൂളാണ് ഈ ഫോണിൻ്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിൻ്റെ 2 കളർ വേരിയൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കോസ്മിക് ബ്ലാക്കും അതുപോലെ തന്നെ സ്കൈലൈറ്റ് ഓറഞ്ചും. പിന്നെ പ്രോസസ്സറുടെ കാര്യം പറയുകയാണെങ്കിൽ mediatek dimensity 900 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെ ഉണ്ട് എന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് വളരെ മികച്ചൊരു പ്രോസസ്സറാണ്. അപ്പോൾ ഈ ഒരു ഫോണിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ നല്ലൊരു പ്രോസസ്സർ കൊടുത്തു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 13ഓളം 5G ബാൻഡ്സും കൊടുത്തിട്ടുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫോണിൽ LPDDR5 റാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ UFS 3.1 സ്റ്റോറേജ് ടൈപ്പും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. സാധാരണ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ നമുക്ക് LPDDR5 റാമും അതുപോലെ തന്നെ UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് ഒന്നും കിട്ടാറില്ല. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ LPDDR5 റാമും അതുപോലെ തന്നെ UFS 3.1 സ്റ്റോറേജ് ടൈപ്പും ലഭിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത് ആപ്പ് ഓപ്പണിംഗ് സ്പീഡും കാര്യങ്ങളൊക്കെ കൂട്ടുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ 8 GB റാമും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 128 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. പിന്നെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 5 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഫോൺ പെട്ടെന്ന് ഹീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് 3D കൂളിംഗ് മാസ്റ്റർ ടെക്നോളജി എന്നുള്ള ഫീച്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹീറ്റ് പൈപ്പ് തെർമൽ മോഡ്യൂൾ 2.0 എന്നുള്ള ഫീച്ചറൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ ഫോണിൽ DTS സറൗണ്ട് സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 11 ബേസ് ആയിട്ടുള്ള XOS സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 48 മെഗാപിക്സലിൻ്റെ f1.79 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. രണ്ടാമത് 13 മെഗാപിക്സലിൻ്റെ പോർട്രേറ്റ് ലെൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ 2x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സെൻസർ വരുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫോണിൽ 2 മെഗാപിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറും മൂന്നാമത് കൊടുത്തിട്ടുണ്ട്. ഒപ്റ്റിക്കൽ സൂമൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സെൻസർ വരുന്നു എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. പക്ഷേ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഈ ഫോണിൽ വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ അവർക്ക് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് എന്നുള്ള ഫീച്ചറും കൂടി കൊടുക്കായിരുന്നു. എന്തായാലും അതിവിടെ മിസ്സിംഗ് ആണ്. പിന്നെ സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 16 മെഗാപിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. ഈ ഒരു ഫോണിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ടൈപ്പ് C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ വില വരുന്നത് 19,999 രൂപയാണ്. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. ഫെബ്രുവരി 18-നാണ് ഈ ഫോണിൻ്റെ ആദ്യത്തെ സെയിൽ. പിന്നെ ഈ ഫോണിൻ്റെ കൂടെ ഇൻഫിനിക്സിൻ്റെ സ്നൂക്കർ വയർലെസ് ഇയർബഡ്സ് 1 രൂപയ്ക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫിനിക്സ് 05G എന്ന ഫോണിൽ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ച ഒരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് 5G സപ്പോർട്ടും അതുപോലെ തന്നെ പെർഫോമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻഫിനിക്സ് 05G എന്ന ഫോൺ നോക്കാവുന്നതാണ്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ AMOLED ഡിസ്പ്ലേ വരുന്നില്ല. ക്യാമറയുടെ കാര്യത്തിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടില്ല. ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് ഇൻഫിനിക്സ് 05G എന്ന ഫോൺ. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.